ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സബ്സിഡറി ആയിട്ട് വരുന്ന ഒരു ഫെഡറേഷനാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതിലേക്ക് കുറച്ച് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് സ്പോർട്സ് ഫിസിഷ്യൻ എന്ന് പറയുന്ന ടീം ഡോക്ടറാണ്. സോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. MBBS ഡിഗ്രി ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് വാലിഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം ലൈക്ക് സ്പോർട്സ് മെഡിസിൻ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്പോർട്സ് മെഡിസിൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. അതോടൊപ്പം ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നും കൂടെ ഓർത്തിരിക്കാം. അതോടൊപ്പം ഇനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ റെലവൻറ്റ് ടു ദ സ്പെസിഫിക് ഡിമാൻഡ്സ് ഓഫ് ഹൈ പെർഫോമൻസ് സ്പോർട്സ് മേ ബി കൺസിഡർ ആസ് എ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ആയിട്ടൊന്നും പറയുന്നുണ്ട്. ജസ്റ്റ് അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഫുൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് വിളിച്ചിരിക്കുന്നത് സ്പോർട്സ് മസ്റ്റർ എന്ന് പറയുന്ന മസ്ക്യൂസിലേക്കാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. 10 അല്ലെങ്കിൽ +2 സ്റ്റാൻഡേർഡ് ബേസിസിൽ ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് വിത്ത് ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മേ ബി പ്രിഫറൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ സ്പോർട്സ് മസാജ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറയുന്നത്. അത് സ്പോർട്സ് മസാജ് നിങ്ങൾ സർട്ടിഫിക്കേഷൻ വേണം. 10 +2 അതോടൊപ്പം തന്നെ സ്പോർട്സ് മസാജ് സർട്ടിഫിക്കേഷൻ വേണം. ഇതിനും ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഷാൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്നും പറയുന്നുണ്ട്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആണ്. ഇവിടെ എൻ്റെ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സ്പോർട്സ് സൈക്കോളജി ലൈക്ക് MA ഓർ MSc, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സൈക്കോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ബോഡി ലൈക്ക് RC ഓർ ഇക്വലൻറ്റ് ആൻഡ് അഡ്ഹിയർ ടു പ്രൊഫഷണൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഷാൾ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മിനിമം 5 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. സോ അത്രയാണ് അതിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് വീഡിയോ അനലിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ഡിഗ്രി വേണം, ബാച്ചിലർ ഡിഗ്രി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മിനിമം 5 വർഷത്തെ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രിഫറബിളി ഇൻ ബോക്സിംഗ് ഓർ കോമ്പാക്ട് സ്പോർട്സ് എന്ന് പറയുന്നുണ്ട്. സോ ജസ്റ്റ് അതോർത്തിക്കുക. ഇതിനും ഡിസൈറബിൾ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ജസ്റ്റ് അതും കൂടെ നോക്കാം. പിന്നീട് വിളിച്ചിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ആണ്. ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ മസ്റ്റ് പ്രൊവിഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് MS ഓഫീസ്, നെറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം. അതുപോലെ മസ്റ്റ് ഹാവ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷുഡ് ബി ഫെമിലിയർ വിത്ത് ഫംഗ്ഷനിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഓഫ് സ്പോർട്സ് ഓർഗനൈസ് സച്ച് ആസ് നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് 10 വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വിളിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി വേണം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. മസ്റ്റ് ഹാവ് റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടണമെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുമെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടെ മസ്റ്റ് ഹോൾഡ് എ ഡിഗ്രി ഇൻ സ്പോർട്സ് മാനേജർ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ മസ്റ്റ് ഇൻ പ്രൊഫഷൻസ് ഇൻ MS ഓഫീസ് ലൈക്ക് ഇൻ്റർനെറ്റ് യൂസേജ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം. മസ്റ്റ് ഹാവ് റിലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് സ്പോർട്സ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുമെന്ന് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റെമുനറേഷനും ഇതിന് കിട്ടുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. കോൺട്രാക്ട് ബേസിസിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ CV അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ മെയിൽ ത്രൂ അപ്ലൈ ചെയ്യണം. സോ info@boxingfederation.in എന്ന് പറയുന്ന മെയിൽ ID അല്ലെങ്കിൽ ed@boxingfederation.in എന്ന് പറയുന്ന ഇമെയിൽ ID ത്രൂ നിങ്ങൾക്ക് മെയിൽ ത്രൂ അപ്ലൈ ചെയ്യാം. മെയിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 20 മാർച്ച് 2026 ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വിളിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിൽ വരുന്നതാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.